ഹായ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങൾ കുറച്ച് മാങ്ങ പറിക്കാൻ പോവുകയാണേ. നമ്മളെ വീട്ടിൽ ഒരു മാവേ ഉള്ളൂ. ആ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറിക്കാൻ ഇന്നൊരു ഏട്ടൻ വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മഴ പെയ്തൊരു ദിവസം മാവിൻ്റെ കൊമ്പൊടിഞ്ഞ് കുറേ മാങ്ങയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മാങ്ങയൊക്കെ ഓടിൻ്റെ മേലെയൊക്കെയാണ്. അപ്പോൾ അത് പറിക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് മണിയേട്ടനാണെങ്കിൽ മാങ്ങ പറിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ മണിയേട്ടൻ ഇന്ന് മാങ്ങ പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. മണിയേട്ടൻ നമ്മുടെ അടുത്ത് തന്നെയുള്ള ആളാണ് കേട്ടോ. സ്വന്തമായിട്ട് ജാതിയും മതമൊക്കെ ഉള്ളൊരു മാങ്ങയാണ് ഇത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഈ മാങ്ങേൻ്റെ പേരെന്താണെന്നറിയാമോ? ഇതാണ് കേട്ടോ, നമ്പ്യാർ മാങ്ങ. ഇത് നമ്പ്യാർ മാങ്ങ എന്നാണ് പറയുന്നതെങ്കിലും ഇത് ഫേമസ് ആയിട്ടുള്ളത് കുറ്റ്യാട്ടൂർ മാങ്ങ എന്നുള്ള പേരിലാണ്. ആളത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഭൗമസൂചിക പദവിയൊക്കെ ലഭിച്ച മാങ്ങയാണ്. ഭയങ്കര മധുരമുള്ള മാങ്ങയാണ്, നല്ല ഫ്ലഷിയാണ്. പക്ഷേങ്കിൽ ഞങ്ങളെ വീട്ടിലെ മാങ്ങയ്ക്ക് ഇത്തിരി മധുരം കുറവുണ്ടോ എന്ന് സംശയമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തു നിന്നാണ് ഈ മാങ്ങ കുറ്റ്യാട്ടൂരിലെത്തിയത്. ഇപ്പോൾ ഈ മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറ്റ്യാട്ടൂർ മാങ്ങ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. കുറ്റ്യാട്ടൂരിൽ ഇഷ്ടംപോലെ ഉണ്ടാവുന്ന ഈ മാങ്ങ ഉണ്ടല്ലോ, പണ്ട് ഒരു നമ്പ്യാരാണ് അങ്ങാടിയിൽ എത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഈ മാങ്ങയ്ക്ക് സ്വന്തമായിട്ട് ജാതിയും മതമൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതിനെ നമ്പ്യാർ മാങ്ങ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെ വീടൊരു ഗ്രാമപ്രദേശത്തായതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ചക്ക കുറവാണ് ഉണ്ടായത്. ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ, എല്ലാം മുകളിലാണ്. ഇപ്രാവശ്യം അങ്ങനെ പറിക്കാൻ പറ്റുന്ന ഉയരത്തിലൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒത്തിരിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കുറേ ആളുകൾക്കായിട്ട് വീതം വെച്ച് വരികയാണ്. ഇവിടെ ഈ കുറ്റ്യാട്ടൂർ മാങ്ങ പഴുത്ത സമയമാകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഓരോ ആൾക്കാർ ചോദിച്ചു വരും മാങ്ങയുണ്ടോ എന്ന്. അങ്ങനെ നമ്മളോടും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ കൊടുക്കാനുണ്ട് മാങ്ങ. ഇതോടെ ഞങ്ങളുടെ ഈ വർഷത്തെ മാങ്ങാക്കാലം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതങ്ങനെ പഴുത്ത് വീഴാറില്ല. പഴുത്ത് വീഴുന്നതൊക്കെ അണ്ണാനും കിടിയൊക്കെ കുത്തിയതാണ് വീഴുക. ഇങ്ങനെ പറിച്ച് വെച്ച് പഴുത്താലേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാ മാങ്ങയും പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ പഴുത്ത് കഴിയുമ്പോൾ ഞാൻ ബാക്കി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.